ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് പേർക്കുള്ള സംശയമാണ് കേട്ടോ പ്രവാസി പെൻഷനും നോർക്ക ഐഡിയും ഇതെല്ലാം ഒന്നാണ് എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് നമ്മളുടെ അടുത്തൊക്കെ മെസ്സേജ് അയക്കുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, കാർഡുണ്ട്, നമുക്ക് എങ്ങനെയാണ് പൈസ അടക്കേണ്ടത് എന്നൊക്കെ. അപ്പോൾ നമ്മൾ കാർഡൊക്കെ ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ നോർക്ക ഐഡി ആയിരിക്കും കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോർക്ക ഐഡിയും പ്രവാസി വെൽഫെയർ പെൻഷനും രണ്ടും ഒന്നല്ല, രണ്ടും രണ്ട് സംഭവങ്ങളാണ്. നോർക്ക ഐ ഡി എന്ന് പറയുമ്പോൾ നോർക്ക റൂട്ട്സിൻ്റെ കീഴിലുള്ള ഒരു സംഭവമാണ് നോർക്ക ഐ ഡി. അപ്പോൾ നമ്മൾ ആ നോർക്ക ഐ ഡി എടുത്തു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പ്രവാസികൾക്കുള്ള ഒരു ഗവൺമെൻറ് നൽകുന്ന ഒരു തിരിച്ചറിയൽ കാർഡായിട്ടാണ് നോർക്ക ഐ ഡിനെ നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ നോർക്ക ഐ ഡിയിൽ നമുക്ക് ഒരു അപകട ഇൻഷുറൻസും കൂടി ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 408 രൂപയാണ് ഇപ്പോൾ നിലവിൽ നോർക്ക ഐ ഡി എടുക്കാനുള്ള ഫീസ് എന്ന് പറയുന്നത്. ഈ 408 രൂപ എടുത്തിട്ട് നമ്മളൊരു നോർക്ക ഐ ഡി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3 വർഷത്തേക്കുള്ള ഒരു കാർഡാണ്. ഈ കാർഡിൽ നമുക്ക് ഒരു അപകട ഇൻഷുറൻസും കൂടി അടങ്ങിയിട്ടുണ്ട്. അപകട ഇൻഷുറൻസ് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും അപകടം മൂലം ഗൾഫിൽ നിന്നോ നാട്ടിൽ നിന്നോ ഒക്കെ ഈ ഒരു കാർഡിൽ വാലിഡിറ്റി ഉള്ള സമയത്ത് ഈ ഒരു കാർഡിൽ അംഗമായിരിക്കുക അല്ലെങ്കിൽ നോർക്കയിൽ അംഗമായിരിക്കുക നമ്മൾ മരണപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ, അപകടം മൂലം മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ഗൾഫിലൊക്കെ വളരെ അപകട സാധ്യത ഉള്ള ജോലികളായിരിക്കും പല ആളുകളൊക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അല്ലാതെ നമുക്ക് പല അപകടങ്ങളൊക്കെ സംഭവിക്കാനൊക്കെ ചാൻസ് ഉള്ള ഒരു മേഖല കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് എന്തെങ്കിലും അപകടങ്ങളിൽ നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ, ഈ ഒരു കാർഡുള്ള വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ, ആ ഒരു കുടുംബത്തിന് ആ വ്യക്തിയുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് ആയിട്ട് ലഭിക്കുന്നത്. ഈ ഒരു അപകടത്തിൽ ഈ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും അംഗവൈകല്യങ്ങളൊക്കെ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാക്സിമം 2 ലക്ഷം രൂപയാണ് ചികിത്സാ സഹായമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് നോർക്ക ഐ ഡി കൊണ്ടുള്ള ഉപയോഗങ്ങളും, ഇതാണ് നോർക്ക ഐ ഡി എന്ന് പറയുന്നതും. അതുപോലെ നോർക്ക നൽകുന്ന ഒരു പേഴ്സണൽ ഇൻഷുറൻസ് ആണ് കേട്ടോ നോർക്ക പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. ഈ ഒരു പോളിസിയിൽ നമ്മൾ 661 രൂപ കൊടുത്തിട്ട് പോളിസി എടുത്തു കഴിഞ്ഞാൽ 1 വർഷത്തേക്കാണ് ഇതിൻ്റെ പോളിസി കാലാവധി ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോളിസിയുടെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 13ഓളം ക്രിട്ടിക്കൽ ഇൽനെസ്, അതായത് മാരകമായ 13ഓളം അസുഖങ്ങൾ ഇവരിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു 13ഓളം അസുഖങ്ങൾക്ക് നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ചികിത്സിച്ച് കഴിഞ്ഞ ബില്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോർക്കയിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം 1 ലക്ഷം രൂപ വരെയാണ് ഇൻഷുറൻസ് ക്ലെയിം ആയിട്ട് കിട്ടുക. റീഇംബേഴ്സ്മെൻ്റ് ആണ് നമുക്കിത് ഹോസ്പിറ്റലിൽ നിന്നല്ല കിട്ടുക. നോർക്കയിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നോർക്കയാണിത് തരുന്നത് ഇൻഷുറൻസ് കമ്പനി വഴി. അപ്പോൾ മാക്സിമം 1 ലക്ഷം രൂപയാണ് നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞാൽ നമുക്ക് റീഇംബേഴ്സ്മെൻറ്റ് ഇൻഷുറൻസ് ആയിട്ട് ലഭിക്കുന്നത്. പ്ലസ് ഇതിൻ്റെ കൂടെ ഒരു അപകട മരണ ഇൻഷുറൻസും കൂടി ലഭിക്കുന്നുണ്ട്. അപകട മരണം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപയാണ് ഫാമിലിക്ക് ഇൻഷുറൻസ് ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് നോർക്ക പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി. ഇനി 60 വയസ്സായ പ്രവാസികൾക്ക് പെൻഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രവാസി വെൽഫെയർ പെൻഷനിൽ, അതായത് പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ കീഴിലുള്ള പ്രവാസി വെൽഫെയർ പെൻഷനിലും കൂടി നമ്മൾ അംഗത്വം എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് പെൻഷൻ ലഭിക്കാനായിട്ട് ഈ ഒരു പ്രവാസി വെൽഫെയർ പെൻഷനിൽ നമ്മൾ അംഗത്വം എടുക്കണം. ഇതിനായിട്ട് നമ്മൾ ആദ്യം അംഗത്വത്തിന് വേണ്ടി അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മെമ്പർഷിപ്പ് നമ്പർ കിട്ടും, ഒരു കാർഡ് വെച്ചിട്ട്. ആ ഒരു മെമ്പർഷിപ്പ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് വെച്ചിട്ട് 60 വയസ്സ് വരെ നമ്മൾ എല്ലാ മാസവും 350 രൂപ വെച്ചിട്ടാണ് അടക്കേണ്ടത്. ഈ 350 രൂപ വെച്ച് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് 60 വയസ്സാകുന്ന സമയത്ത് നമുക്ക് പെൻഷന് യോഗ്യതാവും. പെൻഷന് യോഗ്യത ആയിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പെൻഷന് വേണ്ടി ഒരു അപേക്ഷയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്രൂവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അർഹതപ്പെട്ടുള്ള പെൻഷൻ ലഭിച്ചു തുടങ്ങും. അതായത് 55 വയസ്സിന് ശേഷം, 55 വയസ്സിലോ 55 വയസ്സിന് ശേഷമോ അംഗത്വം എടുക്കുന്ന ആളുകൾ 5 വർഷം നിർബന്ധമായിട്ടും അടക്കണം. ഇനി 55 വയസ്സിൻ്റെ മുന്നിൽ ചേരുന്ന ആളുകൾ 60 വയസ്സ് വരെ നിർബന്ധമായിട്ടും അടച്ചിരിക്കണം. അപ്പോൾ ഇതാണ് പ്രവാസി വെൽഫെയർ പെൻഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പെൻഷനിൽ നമ്മൾ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ അടച്ചുകൊണ്ടിരിക്കണം. 1 വർഷത്തോളം അടക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിതിൽ ഫൈന് വരും. പിന്നീട് നമ്മൾ ഈ ഒരു ഫൈനും നിലവിലുള്ള അംശാദായ കുടിശ്ശികയും കൂടി അടച്ച് തീർത്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമ്മുടെ അംഗത്വം പുനഃസ്ഥാപിക്കപ്പെടുക. ഇതിൽ പലർക്കുമുള്ള ഒരു സംശയം, ഈ 5 വർഷം നിർബന്ധമായി അടക്കുന്ന ആളുകൾ, അതായത് 55 വയസ്സിന് ശേഷം ഇതിൽ അംഗത്വം എടുത്ത് 5 വർഷം മാത്രം അടക്കുന്ന ആളുകൾക്കും, അതുപോലെ തന്നെ ഒരു 20-ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 30-ാമത്തെ വയസ്സിലൊക്കെ ചേർന്ന് ഒരുപാട് വർഷം അടക്കുന്ന ആളുകൾക്കും ഒരേ പെൻഷനാണോ കിട്ടുക എന്നുള്ളതാണ്. അങ്ങനെയല്ല, 5 വർഷം അടക്കുന്ന ആളുകൾക്ക് കിട്ടുന്നത് മിനിമം പെൻഷനായ 3500 രൂപയാണ്. എന്നാൽ നിങ്ങൾ 5 വർഷത്തിൽ കൂടുതൽ, നിങ്ങൾ ഒരു 40-ാമത്തെ വയസ്സിലൊക്കെ ആണെങ്കിൽ 20 വർഷത്തോളം അടക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ 5 വർഷത്തിൽ കൂടുതൽ എത്ര വർഷമാണോ അടച്ചത് ആ ഓരോ വർഷത്തിനും ഈ ഒരു 3500ൻ്റെ 3% വെച്ച് നമ്മളുടെ ടോട്ടൽ പെൻഷനിൽ അധികമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് പ്രവാസി ക്ഷേമനിധി പെൻഷൻ. നിങ്ങൾ പ്രവാസിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക. പ്രവാസി പെൻഷൻ നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഉപകാരപ്പെടും. എന്നാൽ നോർക്ക ഐ ഡിയും പ്രവാസി രക്ഷാ ഇൻഷുറൻസും നിങ്ങൾക്ക്
പ്രവാസത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഉപകാരപ്പെട്ടേക്കാവുന്ന 2 കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ പ്രവാസിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക.